ഹലോ, നമുക്കിന്ന് നാടൻ ബജ്ജി ഉണ്ടാക്കിയാലോ? നമുക്ക് ഈ അമ്പലങ്ങളിലും ഉത്സവങ്ങളിലും അതുപോലെ പള്ളിപ്പെരുന്നാളിനൊക്കെ പോകുമ്പോൾ ഒരു സ്റ്റാളിട്ട് നമുക്ക് ബജ്ജി ഉണ്ടാക്കി തരില്ലേ, അവരുണ്ടാക്കുന്ന അതേ ടേസ്റ്റുകളിലുള്ള നല്ല അടിപൊളി മുളക് ബജ്ജി കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കടലമാവ് എടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു കപ്പിന് 2 കപ്പ് കടലമാവ്, അതായത് 240 ml കപ്പിന് 1 കപ്പ്, അതാണ് കേട്ടോ കണക്ക്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നിറയെ നമ്മുടെ സാധാരണ മുളക് പൊടി, എരിവെള്ള മുളക് പൊടി, അതുപോലെ 1 ടീസ്പൂൺ നിറയെ കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക, അവസാനം ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ആ പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചൂടുള്ള വെള്ളം എടുക്കുക കേട്ടോ, ചെറിയ ചൂട് മതി കേട്ടോ. എന്നിട്ട് അതിങ്ങനെ ഒഴിച്ചൊഴിച്ച് നോക്കുക. അളവ് ഞാൻ പറയുന്നില്ല, അത് ഓരോ പൊടിയുടെ ടെക്സ്ചർ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഒഴിച്ച് നോക്കുക, വെള്ളം ഒഴിച്ച് നോക്കുക കേട്ടോ. ഒരുപാട് അങ്ങ് ലൂസായും പോകരുത്, ഒത്തിരി അങ്ങ് കട്ടിയായിട്ടും ഇരിക്കരുത്. നമുക്കറിയാൻ പറ്റും അതിങ്ങനെ കുഴച്ച് കഴിയുമ്പോൾ. ഈ ഒരു പാകത്തിന് മതി കേട്ടോ. ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയണത്. ഇനി ഇതിൻ്റെ മുളക് നമുക്ക് എടുക്കാം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ബജ്ജി മുളക് നമുക്ക് വാങ്ങാൻ കിട്ടും, കണ്ടോ. ഇത് നന്നായിട്ട് ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി എടുത്ത് വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ വട്ടം മുറിക്കണം. അത് എൻഡ് വരെ മുറിക്കണം, പക്ഷെ അത് വിട്ടു പോകാതെ നോക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ അല്ലി ഉണ്ടല്ലോ, ആ മുളകിൻ്റെ അല്ലി, അതങ്ങോട്ട് കത്തി കൊണ്ട് ഇതാക്കി കളയോ, അല്ലെങ്കിൽ അതങ്ങോട്ട് കൊട്ടിക്കളഞ്ഞാലും മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് കൊട്ടിയാൽ മതി, അപ്പോൾ അതെല്ലാം പൊയ്ക്കോളും. അത് കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ ഇങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ ഇത് വട്ടം മുറിച്ച് ഫുള്ളായിട്ട് മുറിച്ചിട്ട് എടുക്കുക കേട്ടോ. ആ തണ്ട് കളയാതെ മുറിച്ചെടുക്കണം കേട്ടോ. ഇനി ഇത് നമുക്ക് ആ മാവിൽ മുക്കി നന്നായിട്ട് മുക്കിയെടുക്കാം കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ ആ മാവ് ആകുന്ന രീതിയിൽ മുക്കിയെടുത്തിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1-2 മിനിറ്റ് കൂടുമ്പോൾ തിരിച്ചും മറിച്ചു വിട്ടും നമുക്കത് പൊരിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാം ചെയ്തെടുക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ ചട്നിയുടെ ഒപ്പം, അതായത് ഒരു തക്കാളി, ഒരു സവാള, കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ ഒരു പച്ചമുളക്, കുറച്ച് കുരുമുളക് പൊടി, ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുന്ന പേസ്റ്റിലേക്ക് ഒരു തരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പം ഞാൻ ചമ്മന്തി ഉണ്ടാക്കി കാണിക്കുന്നില്ല, അത് നല്ല അടിപൊളി ചമ്മന്തി ആട്ടോ ഈ മുളക് ബജ്ജി കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അടിപൊളി മുളക് ബജ്ജി ആട്ടോ. വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചാനൽ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. താങ്ക്